ബഹ്റൈനിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന് അവരുടെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നിന്റെ സാക്ഷാത്കാര ദിനമായിരുന്നു ഇന്നലെ. വർഷങ്ങളായി അദിലിയയിലെ ഒരു പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ എംബസിക്ക് സീഫിൽ പുതുതായി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടതോടെ ബഹ്റൈനിലെ പ്രവാസികളുടെ ചിരകാല അഭിലാഷമാണ് പൂവണിയുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയും ചേർന്നാണ് പുതിയ എംബസി മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഊഷ്മളമായ സുഹൃത്ത് ബന്ധത്തെ തന്റെ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദ് ബഹ്റൈൻ ഇന്ത്യൻ പ്രവാസികളോട് കാണിക്കുന്ന ഉദാര സമീപനത്തെയും പ്രകീർത്തിച്ചു. ഇന്ത്യയുമായി ദീർഘകാലത്തെ ബന്ധമാണ് ബഹ്റൈനുള്ളതെന്നും ഇന്ത്യക്കാർ ബഹ്റൈനിന്റെ പുരോഗതിയിൽ നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ബഹ്റൈൻ വിദേശകാര്യ ഡയറക്ടർ ലാഫർ അൽ ഉമ്രാൻ, ഇന്ത്യയിലെ നിർദ്ദിഷ്ട ബഹ്റൈൻ അംബാസഡർ അബ്ദുൽ ലത്തീഫ് അബ്ദുള്ള തുടങ്ങിയവരോടൊപ്പം നിരവധി സ്വദേശി പ്രമുഖരും ഇന്ത്യൻ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ള വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യക്കാർക്ക് എംബസിയുടെ പുതിയ ആസ്ഥാന മന്ദിരം അഭിമാനകരമായ നേട്ടമാകുമെന്ന് എംബസി ഫസ്റ്റ് സെക്രട്ടറി രാം സിംഗ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. Great moment for us, for the embassy and for the Indian community. This was a long cherished demand rather and wish also of the Indian community, which is going to be completed shortly within 15 months. പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സജീവ ഇടപെടലുകൾ നടത്തുന്ന ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിക്ക് പുതിയ ആസ്ഥാന മന്ദിരം പണിയുന്നത് പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ.